പരിവർത്തനമായ ലോകത്തിന്റെ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ടവന്റെ പടനായകൻ മുഹമ്മദ് മുസ്തഫ, പീഡിതവർഗത്തിന്റെ പടനായകൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്, വേദനിക്കുന്നവന്റെയും അല്ലാത്ത പ്രതിസന്ധിയുടെയും പടനായകൻ മുഹമ്മദ് റസൂലുള്ളാഹ്. ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും അടിച്ചമർത്തപ്പെടുമ്പോഴും എല്ലാ മനസ്സിലേക്ക് നായകത്വം വഹിച്ച ഒരേ ഒരു നേതാവ് മദീനയുടെ പ്രഭേ മുഹമ്മദ് റസൂലുള്ളാഹ്. ആരൊക്കെ വെറുത്താലും നമ്മുടെ ചങ്കിന്റെ ചോരയായ, ഹൃദയത്തിന്റെ തുടുപ്പായ, ആവേശത്തിന്റെ അംഗീകാരമായ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളുടെ റസൂലുള്ളാഹിയുണ്ട്, നിങ്ങളുടെ ഹബീബുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന നിസ്കാരത്തിൽ പോലും ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. നബിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ നമസ്കാരം പോലും സ്വഹിയാകില്ല. സ്വന്തം വ്യക്തികളുടെ പേര് പോലും സ്വന്തം വ്യക്തിത്വങ്ങളുടെ പേരിൽ പോലും നമസ്കരിക്കുന്നുവെങ്കിൽ അതിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് വേണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സലാത്ത് വേണം. അങ്ങനെയുള്ള വിശ്വനായക മുഹമ്മദ് റസൂലുള്ളാഹ്, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ നേതാവ്, ഐശ്വര്യത്തിന്റെ സമ്പൂർണ്ണ നേതാവ്, നമ്മെ നാമാക്കി നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. മദീനയിലെ സഹാബത്തിന് അത്ഭുതമായ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇഷ്ടപ്പെട്ട തോഴനായ അബൂബക്കർ സിദ്ദീഖിന്റെ എല്ലാമായ മഹാനായ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ ഫാറൂഖിന് അല്ലാഹുവിന്റെ ദുആ കാരണം രണ്ടാളുകളെ കൊണ്ട് നീ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തപ്പോൾ ഭാഗ്യം കിട്ടിയ ഉമർ ബിൻ ഖത്താബിന്റെ എല്ലാമായ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ, എനിക്കിനിയും എന്റെ മക്കളുണ്ടെങ്കിൽ എന്റെ ഉസ്മാന് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തേനെ എന്ന് അതാ വല്ലാതെ ഇഷ്ടപ്പെട്ട തന്റെ മരുമനാക്കാൻ എന്തുകൊണ്ടും യോഗ്യനായത് ഉസ്മാനാണെന്ന് പ്രഖ്യാപനം നടത്തിയ ലോക ഗുരുവേ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ എന്റെ അലിയാരുണ്ടല്ലോ, എന്റെ അലിയാർ തങ്ങളുടെ കവാടമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശ്വനായകനെ മുഹമ്മദ് മുസ്തഫ, എന്റെ ഫാത്തിമക്ക് രാജ്യത്തിലുള്ള മുഴുവൻ രാജാക്കന്മാർ കടന്നു വരുമ്പോ ഏറ്റവും പാവപ്പെട്ടവനായ ഇല്ലുവെട്ടുകാരനായ അലി തിരഞ്ഞെടുത്തുകൊണ്ട് ലോകത്തിന് മാതൃക കാട്ടിയ ഒരേ ഒരു നായകൻ, ഒരേ ഒരു ഹൃദയത്തിന്റെ ഭാഗം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളിൽ നോക്കാത്ത, തങ്ങളിൽ സ്പർശിക്കാത്ത അത്ഭുതങ്ങളില്ല. ഒരു യോദ്ധാവിനുള്ള സർവ വാക്തത്വങ്ങളും വാക്കുദ്ധരണികളും ലോകത്ത് സമ്മാനിച്ച ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആരൊക്കെ എതിർത്താലും ആരൊക്കെ വെറുത്താലും അതാ സ്വഹാബത്തിനൊരു തസ്ബീഹ് മാലയുടെ മുത്തുകളെ കോർത്തിണക്കുന്നതുപോലെ ഇണക്കിക്കൊണ്ട് തന്റെ പടയോട്ടം തീർത്ത മഹാനായ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ സഹാബത്തിനെ കാസൂഷിക്കുകയും സഹാബത്ത് അതുപോലെ കാസൂഷിക്കുകയും ചെയ്ത ഒരേ ഒരു നേതാവ്, ലോകത്തിന്റെ നായകൻ, പരിവർത്തനത്തിന്റെ തേജസ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നീതിയില്ലായ്മ കണ്ടോ? ആ നീതിയില്ലായ്മക്ക് വേണ്ടി പോരടിച്ച് വല്ലാതെ രണാങ്കണ ഭൂമിയെ പോരടിക്കുന്നത് പോലെ പോരടിച്ച് അതിനുവേണ്ടി സമ്മേളിച്ചു നിന്ന വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തൊരുപാട് മധുകീർത്തനങ്ങളും മധുകൾ എഴുതിയിട്ടും ഇന്ന് വരെ തീരാതെ ഖസീദത്തുൽ ബുർഹാൻ എന്ന് പറയുന്ന മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ തന്റെ കാവ്യരചന കൊണ്ട് എഴുതിയിട്ടും തീരാതെ പോയ ഒരേ ഒരു ചരിത്രത്തിന്റെയും മതഹിന്റെയും വക്താവ് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലെ ഏറ്റവും നല്ല അധ്യാപകൻ, ലോകത്ത് മാതൃകയാക്കാൻ പറ്റുന്ന ഉത്തമന
ഉത്തമനായ ഒരു അധ്യാപകനായ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ കോടിക്കണക്കിന് സ്വഹാബത്തിന് അതാ തന്റെ വൈഭവത്തിന്റെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഉന്നതമായ അവതാരണിക്കൊണ്ട് അവരെ ഉദ്ധരിക്കേണ്ട രീതിയിൽ സമുദായത്തിന് തന്റെ ഖലീഫ മേഖലകളിലും വല്ലാത്ത മാറ്റൊലി സമ്മേളിച്ച ഒരേ ഒരു നായകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. പാവപ്പെട്ടവനോട് പണക്കാരനോട് നീതിയില്ലായി വലിയവനോട് അനന്തരമായ മറ്റുള്ള വിശ്വാസങ്ങളിലേക്ക് അർപ്പണബോധത്തോടെ ഇല്ലാതെ സമ്മേളിക്കുന്നവർക്ക് ഒരു ഇലാഹിന്റെ ബന്ധത്തിൽ ഏക ഇലാഹിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തന്റെ പ്രബോധന മേഖലയിൽ പരിവർത്തനം കൊണ്ട് ലോകത്ത് ശുദ്ധമായ കാറ്റ് വീശിയ ഒരേ ഒരു പ്രഭുവേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെപ്പോലെ എന്തിനും പറയാൻ പറ്റുന്ന ഒരു നേതാവ് ലോകത്ത് വന്നിട്ടില്ല. എന്ത് പറയുന്നു അല്ലാഹുവിന്റെ തീരുമാനമാണ്. നബി സാധാരണ മനുഷ്യനാണ്, പക്ഷേ നബി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്ന് ഖുർആൻ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുമായി സംസാരിച്ച ഒരേ ഒരു നേതാവ് ഇപ്രകാരം അടുത്തുവോ അതിനേക്കാൾ അടുത്തിരുന്ന് സംസാരിച്ചെന്ന് പറയുമ്പോ ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 വട്ടം കണ്ട ഒരേ ഒരു നേതാവ് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും ഹലാലായ ഉദ്ദേശങ്ങളും ഈ പുണ്യമായ റബീഇന്റെ വസന്തത്തിന്റെ പടപ്പാട്ടിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഹബീബിന്റെ പ്രവാചകത്വത്തിന്റെ അനുഭൂതി കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കട്ടെ. സന്തോഷിക്കാത്തത് ഇബ്ലീസ് മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാവരും പ്രവാചകന്റെ ജനനം കൊണ്ട് സന്തോഷിച്ചവരാ. അതിൽ പെടുത്തുവാനും അതിൽ പെടുവാനും അവരോടൊപ്പം നാളെ ജന്നത്തിൽ ബഖീൽ ഒരുമിച്ചുകൂടാനും അല്ലാഹുവിന്റെ റസൂൽ ആദ്യം കാണുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വല്ലാതെ താലോലിച്ച ലോകത്തിൽ പെൺമക്കളോട് മാതൃകയുടെ ഇടപാട് തീർത്ത ഒരേ ഒരു പ്രവാചകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങളും അഭിലാഷങ്ങളും അനുഗ്രഹത്തിന്റെ പേമാരിയാകാൻ അല്ലാഹു ഹബീബ് സാക്ഷിയാക്കട്ടെ.